എന്തോ അവിടെ കലങ്ങി മറിയുന്നുണ്ട്. വിടൂല ദാസപ്പ, തൽക്കാലം നിനക്കൊരു ഷോർട്ട് ബ്രേക്ക്. ശോഭ, നമുക്ക് തൽക്കാലം ഒന്ന് ശുഷ്കാന്തിക്കാം. പാടി. ഈ ചിക്കൻ ബോക്സ് കഥ എനിക്കത്ര വിശ്വാസം പോരാ. ഏതായാലും ഒന്ന് നോക്കിയിട്ട് വരാം. എന്തിനുള്ള പുറപ്പാടാ? കാണാനുള്ള പുറപ്പാടാണല്ലേ. എന്താ സംഭവം എന്നറിയണ്ടേ? ഇയാളുടെ പരിപ്പ് ഞാനിന്ന് ഇളക്കും. എടോ വത്സ, തന്റെ പരിപ്പിളക്കാൻ എനിക്ക് ഈ പരിപ്പ് തന്നെ മതി. ഏതായാലും അടുക്കള കൂടെ നോക്കാം. അനങ്ങാതെ ചെല്ല. വത്സൻ ചേട്ടനാ, എനിക്ക് രാവിലെ തുടങ്ങിയതാ. എന്താ ഒളിമ്പിക്സിന് ദീപശിക്കാൻ പിടിച്ചോണ്ട് കിടക്കണ? ഇതെന്താ ചി ആര്യവേപ്പിന്റെ ഇലയൊക്കെയായിട്ട്? വത്സേട്ടന് ചിക്കൻ ബോക്സാ. ഇന്നലെ വൈകുന്നേരം മുതല് വല്ലാത്തൊരു പേടിയും വെപ്രാളവും. ദേഹം മൊത്തം ചൂടായിരുന്നു. രാത്രിയായപ്പോ ദേഹം മുഴുവനും പൊന്തി തുടങ്ങി. പാവം. എന്നും രാവിലെ എണീറ്റ് ഞാൻ എന്റെ കണി പുള്ളിക്കാരനാ. ഇനി കുറച്ചു ദിവസത്തെ കഥ ഉണ്ടാവില്ല. ഭാഗ്യം. എടാ കൊച്ചുണ്ണി, ഇതുവരെ നമ്മൾ ഈ കളി ആരും അറിയാതെ മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷെ ഇനി അങ്ങോട്ട് അത്ര എളുപ്പമല്ല. ഇനിയും ഒരുപാട് ദിവസം അവളെ ഇങ്ങനെ വീട്ടിൽ ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല. അതിന് ശ്രമിക്കും തോറും നാട്ടുകാർക്ക് സംശയത്തിനുള്ള വഴി നമ്മളായിട്ട് ഒരുക്കി കൊടുക്കുന്ന പോലെ ഇരിക്കും. അപ്പോ നമ്മളിനി എന്ത് ചെയ്യും? എനിക്കറിയില്ലടാ. അവക്കാണെങ്കിൽ മാസം 5 കഴിഞ്ഞു. ഈ വയറൊക്കെ വെച്ച് നാട്ടുകാരുടെ കണ്ണിപ്പെടാതെ അവളെയും കൊണ്ട് ചെക്കപ്പിന് പോണത് ബുദ്ധിയല്ല. ഇനിയിപ്പോ ചെക്കപ്പിന് വേണ്ടി ഡോക്ടർ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നാലും അതും പ്രശ്നമോ? ദാസേട്ടാ, ഒരൈഡിയ ഉണ്ട്. എന്താ ഐഡിയ? എന്നാ നമുക്ക് ഡോക്ടർ വേഷം മാറ്റി കൊണ്ടുവന്നാലോ? പിന്നെ അതൊക്കെ സിനിമയിൽ നടക്കുള്ളൂ. അതും ശരിയാ. ആ അയലക്കത്തെ തെറ്റി ഏത് സമയം ദാസേട്ടന്റെ വീട്ടിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നു. ദാസേട്ടാ, ഒരു ഗർഭിണി കൂടി നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായേനെ. ഈ ഗർഭിണികളെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് നമുക്കൊരു ഗർഭക്കളി കളിച്ചാല എങ്ങനെ ഉണ്ടാവും? കൊച്ചുണ്ണി, നിനക്ക് ഈ ദാസേട്ടനോട് ശരിക്കും സ്നേഹമുണ്ടാ? അതെന്താ ദാസേട്ട അങ്ങനെ പറഞ്ഞത്? ദാസേട്ട ഈ ചങ്ക് പറിച്ചു നോക്കിയേ, ദാസേട്ടന്റെ ഫ്രെയിം ചെയ്ത ഫോട്ടോ കാണാ. എടാ കൊച്ചുണ്ണി, ആ, ഞാനൊരു തറ കളി കളിക്കാൻ പോവാ. നീ എന്റെ കൂടെ നിൽക്കൂ. പിന്നെ ഇത്ര നാള് കളിച്ച നല്ല സ്റ്റാൻഡേർഡ് കളികളായിരുന്നില്ല. ദാസേട്ടൻ കാര്യം പറഞ്ഞേ. എന്നാ നീ ആ മോതിരം തന്നെ ഒന്ന് പണയം വെക്കാനാ. അതെന്തിനാ? ഈ തറക്കളിക്ക് ഇച്ചിരി ചെലവ് വരും. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോ ഗുലുമാൽ. നീ എന്താ ഇപ്പൊ ഈ പാട്ട് പാടി? അതല്ല, ദാസേട്ടന്റെ ഈ ഒരു അവസ്ഥക്ക് പറ്റിയ പാട്ട് ഇതന്നെ. ചേട്ടാ, എന്താ പ്രശ്നം? ഒരു ഗർഭക്കേസാ. ഇന്നൊരു തീരുമാനമാക്കും. എങ്ങോട്ടാണ് എല്ലാരും കൂടി? അപ്പൊ രാമേട്ടൊന്നും അറിഞ്ഞില്ല. ഇല്ല. ഗർഭക്കേസാ. എന്നാ ഇന്ന് ശരിയാക്കി തരാം.